ഹലോ ഫ്രണ്ട്സ്, DSP ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സാരി ബ്ലൗസ്, ഫുൾ സ്ലീവുള്ള സാരി ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. അപ്പോൾ പഫ് സ്ലീവാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതുപോലത്തെ ഡയമണ്ട് നെക്കാണ്. ഇതുപോലെ ആദ്യം ലൈനിങ് നമുക്ക് പതിച്ചടിച്ചു കൊടുക്കാം കേട്ടോ. ബ്ലൗസിന് ലൈനിങ് അടിയിൽ വെക്കാം. മുകളിൽ ബ്ലൗസ് പീസ് തുണി വെച്ചിട്ട് നമുക്ക് ആദ്യം പതിച്ചടിച്ചു കൊടുക്കാം. ഇതുപോലെ ഫസ്റ്റിൽ പതിച്ചടിച്ചു കൊടുക്കാം. രണ്ട് ഭാഗവും ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഡോട്ട് അടിച്ചു കൊടുക്കാം. ആദ്യം നമ്മൾ 1.5 ഇഞ്ചിൽ വെച്ചിട്ടുള്ള ഡോട്ട് ഫസ്റ്റ് ടൈം അടിച്ചു കൊടുക്കാം. ഇതിൻ്റെ കട്ടിങ് വീഡിയോയിൽ ഡോട്ടിൻ്റെ മാർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കട്ടിങ് വീഡിയോ കണ്ട് നോക്കിയിട്ടാകുമ്പോൾ മനസ്സിലാവും. ഇതുപോലെ ഫസ്റ്റിൽ നമ്മൾ 1.5 ഇഞ്ചിൽ വെച്ചിട്ടുള്ള ആ വലിയ ഡോട്ട് അടിച്ചു കൊടുക്കുക. എന്നിട്ട് സൈഡിലത്തെ ഡോട്ടും അടിച്ചു കൊടുക്കുക. അങ്ങനെ എല്ലാ ഡോട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആം ഹോളിൻ്റെ അടുത്ത ഡോട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അവിടെ ആം ഹോളിൻ്റെ അടുത്ത ഡോട്ടിന് 2 സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. അത് കക്ഷത്തിലുള്ളതായതുകൊണ്ട് തന്നെ കഫൊക്കെ ഇതാ നന്നായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് കട്ട് ബാൻഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ആദ്യം നല്ല സ്റ്റെപ്പിന് കട്ടിയുള്ളത് ഇടയിൽ വയ്ക്കുക, മുകളിൽ ബ്ലൗസ് പീസ് വയ്ക്കുക, അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്ക് ബ്ലൗസിന് പിടിപ്പിച്ചു കൊടുക്കുക. കട്ട് ബാൻഡ് എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അറിയാമല്ലോ, അതുകൊണ്ടാണ് അതിൻ്റെ ഒന്നും സ്റ്റിച്ചിങ് ഇടാത്തത്, വീഡിയോ ഇടാത്തത് കേട്ടോ. ഓക്കെ, നന്നായിട്ടില്ലേ. കട്ട് ബാൻഡ് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഹൂക്കും ലിപ്സും വെക്കാനുള്ള പടിയില്ലേ, അത് അടിച്ചു കൊടുക്കാം. ആദ്യം ലിപ്സ് കെട്ടാനുള്ളത് അടിച്ചു കൊടുക്കുക, പിന്നെ ഹൂക്കിൻ്റെ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഹൂക്കിൻ്റെ ഭാഗം ഡബിൾ മടക്കിൽ 1 ഇഞ്ച് മടക്കിൽ എടുക്കുക. ഡബിൾ പീസ് തുണി എടുക്കുക, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. പതിച്ചടിച്ചു കൊടുക്കുക. ഹൂക്കിൻ്റെ ലിപ്സിൻ്റെ ഭാഗം ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ കണ്ടില്ല, ഇതുപോലെ മടക്കിയെടുക്കുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ബാക്ക് പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ലൈനിങ് പതിച്ചടിച്ചു കൊടുക്കുക. ഇതുപോലെ ഫ്രണ്ട് പീസിന് ചെയ്ത പോലെ തന്നെ ബാക്ക് ഭാഗവും ചെയ്തെടുക്കുക. ലൈനിങ് പതിച്ചടിച്ചു കൊടുത്തതിന് ശേഷം നെക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് 2 ഇഞ്ച് വീതിക്ക് താഴെയിൽ ബാൻഡിന് വെക്കാനുള്ളത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 1 സൈഡ് മടക്കി അടിച്ചിട്ട് ഇതുപോലെ താഴെയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. താഴെയിൽ ഡോട്ട് അടിച്ചു കൊടുക്കാനുണ്ട്, അത് സ്റ്റിച്ച് എടുത്തിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഡോട്ട് അടിച്ചെടുത്ത് ഒരു ചെറിയ പ്ലേറ്റ് ഇട്ട് കൊടുക്കുക പീസ് തുണിക്ക്. അപ്പോൾ ഇപ്പത്തേക്ക് മറിച്ചിട്ടിട്ട് അടിക്കുമ്പോൾ നല്ല നീറ്റായിട്ടുണ്ടാവാനാണ് കേട്ടോ. ഇനി പതിച്ചടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ സൈഡ് ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. സൈഡ് ഭാഗം
അളവ് ബ്ലൗസിൽ നിന്ന് എത്രയാണോ വണ്ണമുള്ളത് അത് എടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അളവ് പിടിച്ചിട്ട് എന്നിട്ട് സൈഡ് ഭാഗം ജോയിൻ ചെയ്തെടുക്കുക. നമ്മൾ ആം ഹോളിൻ്റെ അടുത്ത് നമ്മൾ മാർക്ക് ഇട്ടിട്ടുണ്ടല്ലോ, അത് കട്ടിങ് വീഡിയോയിൽ മാർക്കൊക്കെ കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ എത്ര വണ്ണം വേണ്ടത് അത് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ വണ്ണം വേണ്ടത് അത് മാർക്ക് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇതുപോലെ 2 അടി കൊടുക്കുക. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് ഇനി സ്ലീവാണ്. ഇതാ ഞാൻ പറഞ്ഞത് പഫ് സ്ലീവ് ഫുൾ സ്ലീവാണ്. സ്ലീവിന് ലൈനിങ് ഒന്നും വെക്കുന്നില്ല. ഇതുപോലെ വണ്ണത്തിനനുസരിച്ച് സ്ലീവ് ജോയിൻ ചെയ്യുക. രണ്ട് സ്ലീവും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ബോഡിക്ക് ജോയിൻ ചെയ്തെടുക്കാം. ആം ഹോളിൻ്റെ അവിടെയുള്ള ജോയിൻറ്റിൻ്റെ കറക്റ്റായിട്ട് സ്ലീവിൻ്റെ ജോയിൻറ്റും വെച്ച് കൊടുക്കുക. എന്നിട്ട് വട്ടത്തിൽ റൗണ്ടാക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഷോൾഡറിൻ്റെ അവിടെ ഒത്ത നടുഭാഗം വരണം. ഇതിന് പഫ് സ്ലീവ് ആയതുകൊണ്ട് ഇവിടെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഷോൾഡറിൻ്റെ അവിടെ. നാല് 5 പ്ലീറ്റ് ഉണ്ട്. ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കാം. സാരി ബ്ലൗസൊക്കെ എല്ലാവരും ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കേണ്ട, എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. 2 അടി കൊടുക്കുന്നുണ്ട്. സ്ലീവ് റെഡിയായി. നോക്കി നന്നായിട്ടില്ലേ സ്ലീവ്? പഫ് സ്ലീവാണ്. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ ഭാഗവും ചെയ്തെടുക്കുന്നുണ്ട്. രണ്ടാമത്തെ സ്ലീവും അതുപോലെ തന്നെ ചെയ്തെടുക്കുക. ആം ഹോളിൻ്റെ അടുത്ത ജോയിൻറ്റിന് സ്ലീവിൻ്റെ ജോയിൻറ്റും വെച്ച് കൊടുക്കുക. എന്നിട്ട് വട്ടത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ബ്ലൗസിന് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് നന്നായിട്ടുണ്ടാവുക. ആദ്യം ബ്ലൗസ് സ്ലീവ് പിടിപ്പിച്ചിട്ട് സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ വൃത്തി കുറയും. ഇങ്ങനെയാകുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും. അതുപോലെ ഷോൾഡറിൻ്റെ അടുത്ത് എത്തിയിട്ടാകുമ്പോൾ പ്ലേറ്റ് ഇട്ട് കൊടുക്കുക. നമ്മളവിടെ കട്ടിട്ട് വെച്ച് ആ പ്ലേറ്റ് മുഴുവനും അവിടെ ഇട്ട് കൊടുക്കുക. ഷോൾഡറിൻ്റെ അടുത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ വട്ടത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക 2 ഭാഗം. ഇനി നമുക്ക് നെക്കിൻ്റെ
പീസ് കട്ട് വെച്ച് കൊടുക്കാം. നെക്കിന് നമ്മൾ 1 ഇഞ്ച് വീതിക്ക് എടുത്തിട്ട് സൈഡ് ഭാഗം മടക്കി അടിച്ചിട്ട് അത് ഡയമണ്ട് നെക്കായതുകൊണ്ട് നെക്കിൻ്റെ അതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക ചെയ്തത് കേട്ടോ. ഇതുപോലെ ഫ്രണ്ട് ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി പിന്നെ ബാക്ക് ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക. ബാക്ക് ഭാഗത്തെ നെക്കിനും അതുപോലെ തന്നെ പീസ് വെച്ചിട്ട് ചെറിയ രീതിക്ക് ചെറിയ 1/2 ഇഞ്ചിൽ വീതിക്ക് മടക്കി അടിക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ, എമ്മിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ കുറച്ച് ഇത്തിരി വീതിക്ക് കട്ട് ചെയ്തെടുക്കുക ചെയ്തത്. അതാണ് അതിന് ഭംഗി ഉണ്ടാവുക ഡയമണ്ട് നെക്കിന്. ഇതുപോലെ കോണാക്കി കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ കോൺ ഭാഗത്ത് തന്നെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് പതിച്ചടിച്ചു കൊടുക്കാം. ഇതുപോലെ പതിച്ചടിച്ചു കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ തന്നെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കുക. നോക്കിയേ, ബ്ലൗസ് റെഡി ആയില്ലേ? എത്ര പെട്ടെന്ന്. ഇതാ പഫ് സ്ലീവ് നോക്കിയിട്ട് പഫ് സ്ലീവ് നന്നായിട്ടില്ലേ? കണ്ടില്ലേ, ഇതാണ് പഫ് സ്ലീവ്. പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബ്ലൗസ് റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.